ഓക്കെ, ഇതെന്ന് പറയണത് നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാർ ഇല്ലേ, സ്റ്റാർ, അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചില സ്റ്റാർസിന് കളർ കാണാറുണ്ടല്ലോ, തിരുവാതിര, തൃക്കേട്ട, അങ്ങനെയുള്ള ചില സ്റ്റാർസിന് കളറുണ്ട്, റെഡ് കളേഴ്സ് ഉണ്ടല്ലോ. ഈ കളേഴ്സിനുള്ള കാരണം എന്തെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പം ഈ കളേഴ്സിന് സ്റ്റാർസിന് കളർ കൊടുക്കുന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ അറ്റ്മോസ്ഫിയർ സർഫസിലുള്ള ടെമ്പറേച്ചർ കാരണമാണ്. ടെമ്പറേച്ചറിൻ്റെ വേരിയൻസ് കാരണമാണ് കളർ വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഒരു സർഫസുള്ള സ്റ്റാർ ആണെങ്കിൽ അതിന് ബ്ലൂ കളറും, ടെമ്പറേച്ചർ കുറഞ്ഞ സർഫസുള്ള ഒരു സ്റ്റാർ ആണെങ്കിൽ അതിന് റെഡ് കളറും ആയിരിക്കും. വൈറ്റ് കളർ കാണിക്കുന്നത് മോഡറേറ്റ് ടെമ്പറേച്ചർ ഉള്ള ഒരു സ്റ്റാർ ആയിരിക്കും. ഇതിന് എക്സാമ്പിളാണ് സൺ. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളനുസരിച്ചാണ്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ, ഒന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത്. അപ്പം വേവ് ലെങ്ത്തും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാക്സ് പ്ലാങ്ക് കൊണ്ടുവന്ന ഒരു ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിലാണ് ആദ്യമായിട്ട് പ്ലാങ്ക് കോൺസ്റ്റൻ്റ് H ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയും ചെയ്തു, എനർജി ഓഫ് എ ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് Hനെ കൊണ്ടുവരുന്നത്. ഈ പ്ലാങ്ക് ഇത് പറയുന്നത് 19,000 ഡിസംബർ 14 അന്നാണ് ഇത് പബ്ലിഷ് ചെയ്ത്, അതായത് ലോകത്തിന് മുമ്പ് പറയുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഒരു 50 വർഷം മുമ്പേ സിമിലർ തിയറി തന്ന ഒരാളായിരുന്നു കിർച്ചോഫ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. കിർച്ചോഫ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയും ചെയ്യും, അതേപോലെ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇപ്പം എമിഷൻ ബൈ അബ്സോർപ്ഷൻ എന്നൊരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും 1 ആയിരിക്കും. അപ്പം ഈ ഒരു റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്ത്, ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചറും ഒന്ന് അതിൻ്റെ വേവ് ലെങ്ത് ആണ്. പക്ഷേ ഇത് തമ്മിലുള്ള റിലേഷൻ തരാൻ വേണ്ടിയിട്ട് അന്ന് ക്രിസ്റ്റോഫിന് പറ്റിയിരുന്നില്ല. പിന്നീട് ഒരു 50 years ലേറ്ററാണ് പ്ലാങ്ക് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോഴാണ് ഈ ടെമ്പറേച്ചർ ആൻഡ് വേവ് ലെങ്ത്തിൻ്റെ ഒരു റിലേഷനായിട്ട് കണക്ട് ചെയ്യുന്നതും അത് കൂടുതലും നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്ലാങ്ക്സ് ലോ അല്ലെങ്കിൽ പ്ലാങ്ക് കോൺസ്റ്റന്റ് കൊണ്ടുവരുന്ന ആ ഇക്വേഷനാണ് ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ ബേസ് ഇക്വേഷനായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നാണ് ബാക്കിയുള്ള സയൻറ്റിസ്റ്റുമാരെല്ലാം അവരുടെ തിയറീസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതിന് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന ആളായിരുന്നു ഐൻസ്റ്റൈൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈറ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉള്ള സ്മോൾ പാക്കറ്റ്സ് ആയിട്ടാണ് ആൾ പറഞ്ഞത്. ആ പാക്കറ്റ്സിന് ഫോട്ടോൺ എന്നൊരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു എഫക്റ്റ് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് വെൻ ലൈറ്റ് പാർട്ടിക്കിൾസ് ഹിറ്റ് ഓൺ മെറ്റൽ സർഫസിൽ ലൈറ്റ് പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് പോകും, അതായത് ഇവിടെ നിന്ന് തെറിച്ചു പോകും. ഈ തെറിച്ച് പോകുന്ന ഈ ഒരു എഫക്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ആർക്കും കഴിഞ്ഞിരുന്നില്ല. അത് കൊടുത്ത ഒരാളായിരുന്നു ഐൻസ്റ്റൈൻ എന്ന് പറയുന്നത്. ഐൻസ്റ്റൈൻ അന്ന് ഒരു ഇക്വേഷനൊക്കെ കൊണ്ടുവന്നു, അതായത് ½ mv² - h μ/w ഈ ഒരു ഇക്വേഷനൊക്കെ കൊണ്ടുവന്നു അതിനൊരു ക്ലാരിറ്റി കൊടുത്ത ആളും കൂടെ ആയിരുന്നു ഐൻസ്റ്റൈൻ. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞത് ലൈറ്റിനൊരു പാർട്ടിക്കിൾ നേച്ചർ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റൈൻ അന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഒരാൾ ഐൻസ്റ്റൈൻ ആയിരുന്നു. അപ്പം ഐൻസ്റ്റൈൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു തിയറി അന്ന് ഒരുപാട് സയൻറ്റിസ്റ്റ് ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ അതിലൊരാളായിരുന്നു റോബർട്ട് മില്ലിഗൻ. പക്ഷേ റോബർട്ട് മില്ലിഗൻ ഒരു ഗ്രേറ്റ് എക്സ്പെരിമെൻ്റലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈൻ്റെ തിയറി കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ആ എക്സ്പെരിമെൻ്റിൽ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് ഇല്ലേ, പ്ലാങ്കിൻ്റെ കോൺസ്റ്റൻ്റ്, Hൻ്റെ ഒരു കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ചു. കറക്റ്റ് ആക്യുറേറ്റ് ഉള്ള ഒരു വാല്യൂ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഐൻസ്റ്റൈൻ പറഞ്ഞ തിയറി 100% കറക്റ്റ് ആണെന്നും പ്രൂവ് ചെയ്തു. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇതെന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഐൻസ്റ്റൈൻ്റെ തിയറിയും ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നത് മില്ലിഗൻ നടത്തിയ എക്സ്പെരിമെൻറ്റിൽ ആൾക്ക് കിട്ടിയ വാല്യൂസാണ്. എല്ലാ വാല്യൂസും എന്തിലാണ് ആ ലൈനിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഐൻസ്റ്റൈൻ പറഞ്ഞ തിയറി കറക്റ്റാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഐൻസ്റ്റൈനും മില്ലിഗനും പിന്നീട് നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.